വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. പക്ഷേങ്കിൽ വേനൽക്കാലത്തെ വിളവെടുപ്പം. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴായിട്ട് പല വിളകളുടെയും വിളവെടുപ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഇവിടെ 2 മാസമായിട്ട് ഇപ്പം വെള്ളത്തിന് ഭയങ്കര ഷോർട്ടേജാണ്. നമ്മുടെ കൃഷികളൊക്കെ ആകെ ഇങ്ങനെ നശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പുതിയ കൃഷിയൊന്നും തുടങ്ങാനും പറ്റുന്നില്ല, പഴയ കൃഷിക്കൊട്ട് വെള്ളം കൊടുക്കാനും പറ്റുന്നില്ല. ആ ഒരു കണ്ടീഷനാണ്. മഴയും ഇല്ല, കനാലും തുറക്കുന്നില്ല. അങ്ങനെയുള്ള ഭയങ്കരമായ വിഷമത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ കളക്ട് ചെയ്ത് കുറേശ്ശെ കൊണ്ടുവന്ന് ഒഴിക്കും. ഉള്ളതിനെയെങ്കിലും നമുക്ക് പരിപാലിച്ചുകൊണ്ട് പോകണമല്ലോ. അപ്പം നമ്മൾ വളർത്തിയതിനെ ഇങ്ങനെ തളർന്ന് കിടക്കുന്ന കാണുമ്പോൾ ഒരു ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതിനിടയിലൂടെ നമുക്കൊരു ചെറിയ വിളവെടുപ്പാണ്. അപ്പം വിളവെടുപ്പ് കണ്ട് നിങ്ങൾ ചിരിക്കരുത്. അപ്പം നമുക്ക് വിളവെടുപ്പ് കാണാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisslifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാത്തരം വിത്തുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. കൂടാതെ നമ്മുടെ വാട്സപ്പ് നമ്പറും കൂടെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അതിനകത്ത് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് വിളവെടുപ്പിലോട്ട് പോകാം. അപ്പം ആദ്യം തന്നെ നമ്മുടെ കോളിഫ്ലവർ വിളവെടുക്കണം, ക്യാബേജ് വിളവെടുക്കണം. നിങ്ങൾക്കറിയാം, ഇത് വെച്ച കാലം തൊട്ട് ചൂടും മഴയൊക്കെ ഇങ്ങനെ മാറി മാറി വന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി ലേറ്റായിപ്പോൾ അതിൻ്റെ വിളവെടുക്കാനായിട്ടൊക്കെ. കണ്ടോ, അപ്പം നല്ലൊരു കോളിഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് നിൽപ്പുണ്ട്, കണ്ടോ. പിന്നെ ഇവിടെയൊക്കെ ദാണ്ട് ചിരിച്ച് കാണിച്ചുകൊണ്ട് വരുന്നതേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, നമ്മുടെ കോളിഫ്ലവറൊക്കെ ഇങ്ങനെ കുഞ്ഞായിട്ട് ഇല്ല പല്ലിളിച്ച് കാണിക്കുന്ന മാതിരി കാണിക്കുന്നതേ ഉള്ളൂ. ഇതാണ്ട് ഇവിടെ ഇങ്ങനെ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരെണ്ണം വിളവെടുക്കാം. ഒരെണ്ണേ വിളവെടുക്കാനായിട്ടുള്ളൂ, ബാക്കിയുള്ള എല്ലാം ചെറുതായിട്ട് ഹെഡ് വരുന്നതേ ഉള്ളൂ. അപ്പം നമുക്കത് കട്ട് ചെയ്താലോ. കണ്ടോ, ഇതിപ്പം പരുവായിട്ടുണ്ടേ. ഇനി നമുക്കിത് ഈ വെയിലും പ്രമാണിച്ച് കൂടുതൽ ദിവസം നിർത്തിയിരുന്നാലേ. അപ്പോൾ ഇനി നമ്മുടെ ക്യാബേജ് വിളവെടുപ്പാണ്. ഇലയെല്ലാം മൂടി വരുമ്പോഴത്തേക്കും നമ്മുടെ ക്യാബേജ് വിളവെടുക്കാൻ പരുവാകും. ഏതോ കീടങ്ങളൊക്കെ വന്ന് ഇതിനെ ആക്രമിച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് ക്യാബേജും വിളവെടുക്കാനായിട്ട് സാധിച്ചു. എത്രയും വെയിലൊക്കെ ചൂടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇത്രയൊക്കെ കിട്ടിയല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. കോളിഫ്ലവർ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ചെടി പിഴുത് മാറ്റി കളയണ്ട. കാരണം എന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറച്ച് ദിവസം നിർത്തുമ്പോഴത്തേക്ക് അതിൻ്റെ തണ്ടിൽ നിന്നും പുതിയ കൊമ്പുകളൊക്കെ വരും. അപ്പോൾ അത് നമുക്ക് വീണ്ടും നട്ടാൽ നമുക്ക് കൊച്ചു കൊച്ച് കോളിഫ്ലവർ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പാറമ്മരയാണ്. പല പ്രാവശ്യം നമ്മൾ ഇഷ്ടം പോലെ വിളവ് ഇതിനകത്ത് നിന്ന് എടുത്തതാണ്. ഡയറക്റ്റ് വെയിലത്ത് നിൽക്കുന്നതാണ് എങ്കിൽ തന്നെ നമുക്ക് എപ്പം വന്ന് നോക്കിയാലും നമുക്ക് അത്യാവശ്യം സാമ്പാർ അമര ഇപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. കണ്ടില്ലേ, എങ്കിൽ അത്യാവശ്യം അമരയ്ക്ക കണ്ട ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരു സാമ്പാർ വയ്ക്കാനുള്ള അമരയ്ക്കൊക്കെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയൊക്കെ കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഈ ചൂട് കാലത്തും ഇത്രയൊക്കെ ഈ ചെടി നമുക്ക് തരുന്നുണ്ടല്ലോ. ഇതുണ്ട്, ഇത് വഴുതനയുണ്ട് ഇഷ്ടം പോലെ. അടിഭാഗത്തുനിന്നേ നോക്കുമ്പം കാണാം, കണ്ടോ, പഴുത്ത് നിൽക്കുന്നുണ്ട്, പച്ചയ്ക്ക് നിൽക്കുന്നുണ്ട്. പഴുത്തൊക്കെ നമ്മളിനി വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നതാണ്. കണ്ടോ, ആ ചെടിയുടെ അടിഭാഗത്തുനിന്നേ എത്ര പ്രാവശ്യം നമ്മൾ വിളവെടുത്തതെന്നറിയാമോ, എന്നാലും ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. പുതയൊക്കെ ഇട്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി അടുത്തതൊരു കൂമ്പാണ്. ഞാലിപ്പൂവൻ്റെയാണ്. ഇവിടെ ഇഷ്ടംപോലെ വാഴയൊക്കെ ഉണ്ടായതുകൊണ്ട് ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്യും. പിന്നെ പച്ചക്കറികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതിങ്ങനെ അങ്ങ് നിന്ന് പോയതാട്ടോ. അപ്പം കൂമ്പൊക്കെ നല്ലതാണ് തോരൻ വയ്ക്കാനായിട്ട്. ഷുഗറുകാർക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി തൊട്ടപ്പുറത്തൊരു വാഴ ഒടിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, ചൂട് കൊണ്ട് നമ്മുടെ ഒരു കൊല ഒടിഞ്ഞ് വീണതാണ്. അപ്പോൾ അത് തോരനൊക്കെ വയ്ക്കാം. അത്യാവശ്യം വിളഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ നമുക്കടുത്ത് തോരൻ വയ്ക്കുകയോ മെഴുക്ക് പുരട്ടിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതും ഇരിക്കട്ടെ, വന്ന വഴിയിൽ കിട്ടുന്നതൊന്നും കളയണ്ട. അപ്പോൾ അതുകൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കൊലയും കട്ട് ചെയ്തു. അതും നമുക്ക് തോരനൊക്കെ വയ്ക്കുകയോ മെഴുക്ക് പുരട്ടി വയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, കൊണ്ടുപോകാം.
ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളിയാണ്. ഭയങ്കര സന്തോഷമാണ് തക്കാളി അടുത്തോട്ട് വരുമ്പം തന്നെ. ഇഷ്ടം പോലെ തക്കാളിയാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത്. ഇത് എൻ്റെ ചെറുതക്കാളി. ഇപ്പം ചെറുതക്കാളിയൊക്കെ നന്നായിട്ട് പഴുക്കാനായിട്ട് തുടങ്ങി. അതിങ്ങനെ കുലകുലയായിട്ട് നിൽക്കും കേട്ടോ. അപ്പം പറമ്പിലോട്ടൊക്കെ വരുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് പറിച്ച് കഴിക്കാൻ തോന്നും. പറിച്ച് കഴിക്കുകയും ചെയ്യാറുണ്ട്. നല്ല സൂപ്പറാണേ. അപ്പം അത് നമുക്ക് കുറച്ച് വിളവെടുക്കാം. പഴുത്ത് നിൽക്കുന്നതൊക്കെ കിളിയൊന്നും കൊണ്ടുപോകാതെ നമുക്ക് പറിക്കാം. എന്നിട്ട് ഇത് പിന്നെ തക്കാളിയിൽ അങ്ങനെ കിളികളൊന്നും വന്ന് വലിയ ശല്യം ഉണ്ടാക്കാറില്ല. പക്ഷേങ്കിൽ പയറിലാണ് ഭയങ്കര ശല്യം കിളികളുടെ, തത്തയുടെ. നമ്മുടെ ചെറുതക്കാളി എല്ലാം പറിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത തക്കാളിയാണേ. നിൽക്കുന്നുണ്ടല്ലേ, എല്ലാത്തിലും ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസമാണ് ഞാനിപ്പോൾ ഒരു 1.5-2 കിലോയ്ക്ക് അടുത്ത് തക്കാളി വിളവെടുത്തിട്ടുണ്ടായിരുന്നു. എപ്പം വന്ന് നോക്കിയാലും ഇങ്ങനെ പഴുത്ത് നിൽക്കും. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. ഇപ്പം മാർക്കറ്റിലൊന്നും പോകാതെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഇങ്ങനെയൊക്കെ തക്കാളിയൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് ക്ഷമയും ആത്മാർത്ഥതയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്ത് ഇതൊക്കെ അനുഭവത്തിൽ വരുമ്പോഴേ നമുക്ക് ഇതിൻ്റെയൊക്കെ സന്തോഷം മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര പറഞ്ഞാലും ഇതൊന്നും ആർക്കും പിടികിട്ടത്തില്ല കേട്ടോ. ഇതെന്താണ് ഈ സന്തോഷം സന്തോഷം എന്നൊക്കെ എപ്പോഴും എല്ലാവർക്കും തോന്നിയേക്കാം. കണ്ടോ, എൻ്റെ കൊട്ടയൊക്കെ നിറഞ്ഞു. ഇത് ഇനിയും നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ അപ്പുറത്തോട്ടൊക്കെ നിൽക്കുന്നുണ്ടോ. അപ്പം ഞാൻ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ജൈവ സ്ലറി കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ കിച്ചണിലെ വേസ്റ്റുകളൊക്കെ ഡ്രമ്മിനകത്തിട്ടിട്ട് അത് കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇതെല്ലാം നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ തക്കാളിയും മറ്റുള്ള പച്ചക്കറികളും ഒക്കെ വിളവെടുക്കാൻ കേട്ടോ. ഇതൊക്കെ അങ്ങോട്ട് പറിച്ച് ഇങ്ങനെ കൊട്ടയിലോട്ട് ഇടുക. എന്താ കൊട്ടയെ കൊള്ളുന്നില്ല കേട്ടോ. അടിപൊളി. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മുളകാണ്. ഇതെൻ്റെ ഗുണ്ടുമുളക് ഗുണ്ടുമുളകാണ്. അപ്പം അത് ആദ്യം പിടിച്ചതൊക്കെ തീരാറായി. കണ്ടോ, ഇനിയുള്ളതിങ്ങനെ അത്യാവശ്യം പഴുത്ത് നിൽക്കുന്നു. ഇതിനകത്തിന് കണ്ടോ പുതിയ തളിർപ്പുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ജൈവ സ്ലറി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചുവടെല്ലാം നന്നായിട്ട് ഒന്ന് മണ്ണൊക്കെ ഇളക്കിയതിന് ശേഷം അതിനകത്ത് കരിയിലയൊക്കെ ഇട്ട് പുതയൊക്കെ ഇട്ട് നിർത്തിയിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പിടുത്തമൊക്കെ കഴിഞ്ഞു. ഇനി പുതിയ തളിർപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനകത്തിന് പൂക്കളും ഒക്കെ വന്നോളും. അത്യാവശ്യം വേണ്ട മുളകൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുക. പലതരത്തിലുള്ള മുളകുകളുണ്ട്. വെറൈറ്റിയൊക്കെ വേണ്ടവർ അങ്ങനെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തത് നമ്മൾക്ക് കറിവേപ്പില അത്യാവശ്യമാണ് നമ്മുടെ എല്ലാ കറികൾക്കും അല്ലേ. മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ കറിവേപ്പില. എല്ലാത്തിനും നമ്മൾ കറിവേപ്പില ചേർക്കാറുണ്ട്. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഓരോരുത്തർ വന്ന് ചോദിച്ചിട്ട് എല്ലാം ഒടിച്ചു കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഴിച്ചു കൊടുത്ത ഭാഗത്തൊക്കെ പുതിയ തളിർപ്പുകളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മുകളിൽ നിന്ന് നമുക്ക് കുറച്ച് ഒടിച്ചെടുക്കാം. ഇപ്പം കറിവേപ്പിൻ്റെയൊക്കെ കുറേ വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പം നാരങ്ങ കൊണ്ടുള്ളൊരു പ്രയോഗമൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഈ ചൂടത്തൊക്കെ അത് ഒഴിച്ചു കൊടുക്കാമെങ്കിൽ ഇഷ്ടംപോലെ കറിവേപ്പില നല്ല പച്ചപ്പായിട്ട് നമുക്ക് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വീട്ടിൽ ഒരു കറിവേപ്പ് അത്യാവശ്യം തന്നെയാണ്. ഈ പയറൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കരുതേ. നമ്മുടെ പയറാണ് ഈ നിൽക്കുന്നത്. ചൂടത്തും പാവങ്ങൾ ഇത്രയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അധികം വലിപ്പമൊന്നും വെച്ചില്ല. ഇത് കുറ്റിപ്പയറാണ്. ഇത് നല്ലൊരു അടിപൊളി കുറ്റിപ്പയർ. ആവട്ടെ, കിട്ടുന്നതിന് നമ്മൾ സന്തോഷം കണ്ടെത്തുക, അത്ര തന്നെ. ഇവിടെ എല്ലാം കുറച്ച് പിടിച്ച് നിൽപ്പുണ്ട്. ഇവിടെയൊക്കെ കണ്ട് ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ചുവട്ടിൽ ഉള്ള വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കാറുണ്ട്. അതിൻ്റെ സന്തോഷം കൊണ്ടായിരിക്കും അവർ ഇത്രയൊക്കെ തരുന്നുണ്ട്. ഇതൊക്കെ പരുവാവാൻ നിൽക്കുന്നതേ ഉള്ളൂ. കുറ്റിപ്പയറാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പന്തലൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ പടർന്നാണ്ട് അവിടം വരെ പോയി കേട്ടോ. കുറ്റിപ്പയറിന് നമ്മളൊരു താങ്ങൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവരങ്ങ് പടർന്ന് കയറി പൊക്കോളും.
ഇത് നമ്മുടെ സുമന്ത് പയർ നിന്നത് ഉണങ്ങി ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയിരുന്നത് ഇങ്ങനെ നിർത്തിയിരിക്കുന്നതാണ്. ഇനിയിപ്പം മഴയൊക്കെ വന്നിട്ട് നമുക്ക് നടാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നിത്യവഴുതനയാണ്. അപ്പോൾ അവൻ നിത്യവഴുതനയും അവിടെ ഇങ്ങനെ മണിമണി മാതിരി നിൽക്കുന്നുണ്ടല്ലേ. വെയിലാണെന്നുണ്ടെങ്കിലും അവരും അത്രയൊക്കെ പിടിച്ചു. പിന്നെ അങ്ങോട്ട് നോക്കാന്നുണ്ടെങ്കിൽ ഒരു പടവലം കുഞ്ഞ് പിടിച്ച് നിൽപ്പുണ്ട്. ഉണ്ടോ, ചൂടിൻ്റേതായ ഒരു വൈഷമ്യമൊക്കെ അതിനെ കാണുമ്പം തന്നെ അറിയാം. ഗ്രഹണി പിടിച്ചവരെ നിൽക്കുകയാണ്. എന്നാലും ആവട്ടെ, അതും പിടിച്ചല്ലോ. പിന്നെ അങ്ങോട്ടൊക്കെ നിത്യവഴുതന ഒരുപാട് വളരത്തില്ല കേട്ടോ. നിത്യവഴുതന ഈ ചൂട് കാലത്ത് ഇങ്ങനെ അധികം നീളം വയ്ക്കാതെ, അല്ലെങ്കിൽ അങ്ങ് കാട് പോലെ അങ്ങ് പടർന്ന് കയറും. ഇപ്പം പഴയ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് അറിയാം, ഇഷ്ടം പോലെ അങ്ങ് പടർന്ന് കയറിപ്പോകുന്ന ഒന്നാണ് ഈ നിത്യവഴുതന എന്ന് പറയുന്നത്. അപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് അധികം വളരാതെ ഇങ്ങനെ നിന്നിട്ട് കുറച്ച് കാ പിടിക്കാം. അപ്പം ഇവിടെയും പന്തലിനകത്ത് ഞാൻ കുറച്ച് പയർ നട്ടിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ വലിയ വളർച്ചയൊന്നുമില്ല, എങ്കിലും കിട്ടുന്നതാവട്ടെ, അതുകൂടെ നമുക്ക് വിളവെടുക്കാം. എന്തായാലും ഒരു തോരനുള്ളത് കിട്ടും. ഇതൊന്നും കണ്ട് നിങ്ങളെ കളിയാക്കല്ലേ. എനിക്ക് തന്നെ ചിരി വരുന്നത് എൻ്റെ പയറൊക്കെ കണ്ടിട്ട്. കാരണം വളത്തിൻ്റെ കുറവല്ല, വെള്ളത്തിൻ്റെ കുറവ്. നമുക്കാണെങ്കിലും വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താ അല്ലേ. നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും നടക്കത്തില്ല ആന്തരിക അവയവങ്ങളുടെ. അതുപോലെ തന്നെയാണ് പയറിനും. അബദ്ധങ്ങളും ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുക. എന്നാലും ആവട്ടെ, വേണ്ടേ, ഇത്രയൊക്കെ കിട്ടിയില്ലേ. ഇവിടെ പല ടൈപ്പിലുള്ളതായ പയർ ഞാൻ നട്ടതായിരുന്നേ. ഇത് പല പല ടൈപ്പുകളാണിത്. എന്നാലും ഇത്രയും കിട്ടി. അപ്പം നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് നിരത്തി വെച്ച് നോക്കാം എന്തൊക്കെ കിട്ടിയെന്നുള്ളത്. ഒരു സന്തോഷമല്ലേ അതൊക്കെ. ഇപ്പോൾ നമ്മുടെ ചീര ഞാൻ കുറച്ച് മാത്രമേ വിളവെടുത്തിട്ടുള്ളൂ. അപ്പം പയർ എല്ലാം അവിടെ ഇരിക്കട്ടെ. കൂമ്പ്, അതിനിടയ്ക്കൂടെ ഒരു കപ്പയ്ക്ക പഴുത്തത് കിട്ടിയേ. പിന്നെ നമ്മുടെ തക്കാളിക്കുട്ടന്മാർ, മണിത്തക്കാളിയൊക്കെ അങ്ങ് താഴോട്ട് പോയി. പിന്നെ നമ്മുടെ വഴുതന, എല്ലാം ഒന്നും വിളവെടുത്തിട്ടില്ല, അത്യാവശ്യം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ അമരയ്ക്ക കുട്ടികൾ, പിന്നെ പച്ചമുളക്, നമ്മുടെ കറിവേപ്പില, അതാണല്ലോ മെയിൻ നമുക്കെല്ലാ കറികൾക്കും വേണ്ടിയത്. പിന്നെ നമ്മുടെ കോളിഫ്ലവർ, പിന്നെ 2 ക്യാബേജ് വിളവെടുത്തേ. 2 എടുത്തു, ഒന്നും കൂടെ എടുത്തായിരുന്നു. നമ്മുടെ ചെറുത്തക്കാളി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പച്ചമുളക് ഇങ്ങോട്ട് പോയി കണ്ടോ. ഒരു 1.5 ആഴ്ചത്തേക്കുള്ള പച്ചക്കറി ആയില്ലേ. നമുക്ക് കടകളിലൊന്നും പോകാതെ തന്നെ ഈ വേനൽക്കാലത്ത് നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ എത്രയും വിളവെടുക്കുകയെന്ന് വെച്ചാൽ ഒരു സന്തോഷമാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് എല്ലാവരും നല്ല തൽപരരാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ കൃഷി ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാം. അപ്പം വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന വെള്ളമൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവച്ചിരുന്നാൽ വെള്ളത്തിൻ്റെ ഷോർട്ടേജൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വേനൽക്കാലത്തും ഇത്രയൊക്കെ പച്ചക്കറികൾ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിച്ചു. അപ്പം നമുക്ക് അത്യാവശ്യം നമുക്ക് ഒരു ക്ഷമയും അതുപോലെ കൃഷിയോടൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേനൽക്കാലമല്ല മഴക്കാലം ആയാലും നമുക്ക് അത്യാവശ്യം കൃഷിയും അതുപോലെ തന്നെ വിളവെടുപ്പും ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പം ഇതുപോലെയൊക്കെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minislife.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാത്തരം വിത്തുകളും വാങ്ങിക്കാവുന്നതാണ്. കൂടാതെ തന്നെ അതിന് വാട്സപ്പ് നമ്പറും കൂടെ നമ്മൾ താഴെ കൊടുത്തേക്കാം. അങ്ങനെ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.